നോമ്പുകാലവും അല്പം കെമിസ്ട്രിയും അല്ലെങ്കിൽ രസതന്ത്രവും ഏവർക്കും സ്വാഗതം. ഈ ചിന്തയുടെ അല്ലെങ്കിൽ നോമ്പുകാല അന്വേഷണത്തിൻ്റെ ആരംഭം കുറിക്കേണ്ടതിന് ഞാൻ ഒരു ചെറിയ ചിത്രം നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്. ഈ ചിത്രം എന്നെ ഒരു കുറഞ്ഞത് 60 വർഷം പിന്നിലേക്ക് നയിക്കുന്നുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങളും ഓർമ്മകളും ഇന്നും ഞാൻ വളരെ വിലയേറിയതായി കാത്തു സൂക്ഷിക്കുന്നു. അതെന്താണെന്ന് ആ ഒരു ചിത്രം കണ്ട ശേഷം ഞാൻ അല്പം വിശദീകരിച്ച് പറയുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഫോസ്ഫോറസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഫോസ്ഫോറസ്, ഒരു കുപ്പിയിൽ ഫോസ്ഫോറസ് വെള്ളത്തിൽ താഴ്ത്തിട്ട് സബ്മർജ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പടമാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഞാൻ ഇനിയും അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ ഫോസ്ഫോറസ് ലെൻറ്റ് കാലത്ത് എന്തുകൊണ്ട് കാണിച്ചു എന്ന് ന്യായമായും നിങ്ങൾ ചോദിക്കും. യേശുവിൻ്റെ പടം കാണിക്കേണ്ട സമയത്ത് താൻ എന്തോ പണിയാടോ ഞങ്ങളോട് കാണിച്ചത് എന്ന് നിങ്ങളിൽ അനേകം ആളുകൾ മനസ്സിൽ പറഞ്ഞു കാണും. മുൻവിധികൾ അല്പം ഒന്ന് മാറ്റിവെക്കുമെങ്കിൽ, എന്നോട് സഹകരിക്കുമെങ്കിൽ ഞാനിതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് ആണ് പഠിച്ചത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. അതുകൊണ്ട് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ ഇന്ന് എനിക്കറിയാമെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. എന്നാൽ അല്പം ചില മുറി അറിവുകൾ ഇപ്പോഴും എവിടെയോ ഓർമ്മയുടെ ചില കോണുകളിൽ അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ആശയ അനുഭവങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കാറുണ്ട്. അതിലൊന്നായി ഇതും ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ലാക്കാക്കുന്നു. ഇപ്പോൾ ഫോസ്ഫോറസ് ഞാൻ കെമിസ്ട്രി ലാബിൽ ചെല്ലുമ്പോൾ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളൊരു വസ്തുവാണ്. അതങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും സാധ്യമല്ല, വളരെ അപൂർവമാണ്. ഫോസ്ഫോറസ് കാത്തു സൂക്ഷിക്കുന്നത് വെള്ളത്തിലാണ്. അത് വെള്ളത്തിൽ താഴ്ത്തിയിട്ടെങ്കിൽ മാത്രമേ അത് കാത്ത് സൂക്ഷിക്കാൻ, പ്രിസർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫോസ്ഫോറസ് അല്പം കുരുത്തക്കേടുകാരനാണ്. ചില പട്ടികളെ അതിൻ്റെ കൂട്ടിൽ നിന്ന് അഴിച്ചിട്ടാൽ ഓടി നടന്ന ആളുകളെ കടിക്കുമെന്ന് പറയുന്നത് പോലെ ഈ ഫോസ്ഫോറസിൻ്റെ ഒരു കുരുത്തക്കേട് വെള്ളത്തിന് വെളിയിലെടുത്താൽ ഉടനെ അത് തീ പിടിക്കും. കാരണം ഈ ഫോസ്ഫോറസിൻ്റെ ഇഗ്നിഷൻ പോയിന്റ് അല്ലെങ്കിൽ ബേണിംഗ് പോയിന്റ് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് എന്നാണ് ഓർമ്മ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ, ആ ഒരു താപനിലയിൽ അതായിരിക്കുന്ന സ്ഥലത്തെ വായുവിലുള്ള ഓക്സിജൻ അതുമായി ചേർന്ന് അത് ഒരു കെമിക്കൽ അഭ്യാസം അങ്ങ് നടത്തിക്കളയും. അതിനെ ഓട്ടോ ഇഗ്നിഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. ഓട്ടോ ഇഗ്നിഷൻ, തന്നെ തീ പിടിക്കുന്നതിന് അർത്ഥമുള്ളൂ, ഓട്ടോ ഇഗ്നിഷൻ. അപ്പോൾ ഈ ഫോസ്ഫോറസിന് അതിൻ്റെതായ വിധത്തിൽ അതിന് 100% പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ സാധിച്ചിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഫോസ്ഫോറസിന് തനിയെ ഇരിപ്പാൻ സാധ്യമല്ല. അത് വെള്ളത്തിൽ താഴ്ത്തി വെച്ചെങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. ഇത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ ഈ നോമ്പുമായി ബന്ധമുള്ളത് കൊണ്ട് ഈ സമയത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായി വെളിപ്പെടുത്തുകയാണ്. ഞാൻ മുൻപൊരിക്കലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പോലും ഇത് അല്പം നൂതനമാണ്. അത് അവതരിപ്പിക്കുന്നതിൽ നൂതനമാണ്, അറിവിൽ നൂതനമല്ല താൻ. ഇതും വേദപുസ്തകവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നറിയാൻ
നമുക്ക് പഴയ നിയമത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധ ചെലുത്താം. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ദൈവം ആദാമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, മനുഷ്യ നീ ഫോസ്ഫോറസ് ആണ് എന്ന് വേണമെങ്കിൽ കെമിസ്ട്രിയുടെ ഭാഷയിൽ പറയാം. നിനക്ക് ഏകനായിരിക്കാൻ സാധ്യമല്ല. കാരണം നിന്റെ സ്വഭാവം അനുസരിച്ച് നീ എവിടെ ആയിരിക്കുന്നു ആ സാഹചര്യവുമായി നീ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി നീ തീ പിടിച്ച് വേറെ വല്ലതുമൊക്കെ ആയി മാറിക്കൊണ്ടേയിരിക്കും. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മെ വളരെയധികം സ്വാധീനിക്കുമെന്നത് ആരും പ്രത്യേകിച്ച് ഡിബേറ്റ് ചെയ്യാത്ത ഒരു സങ്കല്പമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട് ചെറുപ്പകാലത്ത് വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോയിട്ടുള്ളവരുടെ എല്ലാം ജീവിതത്തിൽ, വ്യക്തിത്വത്തിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആയിരിക്കുന്ന സാഹചര്യം നമ്മെ എത്രമാത്രം സ്വാധീനിക്കുന്നു, അത് നമ്മെ വിരൂപമാക്കാൻ ഉള്ള ശക്തി അവയ്ക്കുണ്ട് എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. വേണ്ട, ചെറുപ്പകാലം കഴിഞ്ഞ് മുൻപോട്ട് പോയി കഴിയുമ്പോൾ നമ്മേക്കാൾ മിടുക്കന്മാരെന്നൊക്കെ അല്ലെങ്കിൽ സമൂഹം ബഹുമാനിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ അവരെ പോലെ ആയിത്തീരാൻ, സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല അവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അവർ നടക്കുന്ന പോലെ നടക്കുക, അവരെ പോലെ ആയിത്തീരാൻ ഒത്തിരുന്നെങ്കിലെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുക, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് ലൈംഗികമായ വികാരം. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഫോസ്ഫോറസും ഓക്സിജനും പോലെയാണ് എന്നൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട്. അത് അനുഭവമാണ് എങ്കിലും ആരും ഈ ഭാഷയിൽ സംസാരിക്കാറില്ല അത്ര മാത്രം. അപ്പോൾ അതുകൊണ്ടത് നിസ്സാരവൽക്കരിക്കരുത് എന്ന് മാത്രം, അതിൻ്റെ പ്രധാന വിഷയം ഇപ്പോഴല്ലാത്തത് കൊണ്ട് ഒന്ന് സൂചിപ്പിച്ച് ഞാനത് മാറ്റിവെക്കുകയാണ്. അപ്പോൾ നാം പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം സൃഷ്ടിച്ച ഒന്നും തന്നെ, ഇത് മനുഷ്യർക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും, ദൈവം സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങൾക്കും ഇത് ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ ബാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ നാം വളർത്തുന്ന പട്ടി അത് കാട്ടിലായിരുന്നത് പോലെ അല്ല നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതും നടക്കുന്നതും എന്ന് നമുക്ക് അറിയാം. അപ്പോൾ സാഹചര്യങ്ങൾ നമ്മെ നന്നേ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മലയാളികളായ ആളുകൾ കേരളത്തിൻ്റെ കരവിട്ട് അന്യനാടിൽ പോയി ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ കൂടിപ്പോയ 2 വർഷം കഴിയുമ്പോൾ അവർക്ക് മലയാളം പറയാൻ അറിഞ്ഞുകൂടായേ എന്നൊരവസ്ഥയിൽ എത്തിച്ചേരും. എന്തുകൊണ്ടോ ഞാൻ വളരെ മോശപ്പെട്ട ഒരു മലയാളിയാണ്. കാരണം 46 വർഷം ഞാൻ ഡൽഹിയിൽ താമസിച്ചിട്ടും എൻ്റെ മലയാളത്തിന് ഒരു കുഴപ്പവും വന്നില്ല. അതെൻ്റെ കുഴപ്പമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ മലയാളം ഇങ്ങോട്ട് വരത്തേ ഇല്ല. അതിന് ലിംഗ്വിസ്റ്റിക് കോൺസ്റ്റിപ്പേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര കട്ടിയായി പോകും, മലയാളം കട്ടിയായി പോകും, പിന്നെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരത്തില്ല. അത് സാഹചര്യങ്ങൾ നമ്മെ എത്രമാത്രം സ്വാധീനിക്കും. അങ്ങനെ ചിലർക്ക് വിദേശമൊക്കെ താമസിച്ചിട്ട് അവർ കേരളത്തിൽ ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് വരുമ്പോൾ വിദേശത്തെ അതേ ജീവിത സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് ഉയർപ്പ് മുട്ടും, ശ്വാസം മുട്ടും. അയ്യോ അയ്യോ ഹോ, വല്ലാത്തൊരവസ്ഥ, അയ്യോ ഹോ ഹോ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഏതായാലും ഒരു വസ്തു പോലും ദൈവം സൃഷ്ടിച്ച ആ പരിശുദ്ധിയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് നാം മനസ്സിലാക്കും. അതേസമയം തന്നെ ദൈവം സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളിലും ദൈവികമായ അംശമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഫോസ്ഫറസ് വെള്ളത്തിലാണെങ്കിലും വെളിയിലാണെങ്കിലും ഫോസ്ഫറസ് അതിലുണ്ട്. മറ്റുള്ള ഓക്സിജനുമായി ചേർന്ന മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ ഫോസ്ഫറസ് ഉണ്ട്. അതിനെ തിരിച്ച് ഫോസ്ഫറസായി നമുക്ക് രൂപമാറ്റം വരുത്തുവാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഫോസ്ഫറസിനെ തിരിച്ചെടുക്കാനും സാധിക്കും. അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കെമിസ്ട്രി ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ 1/2 നൂറ്റാണ്ടായി. അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ പിടിയൊന്നുമില്ല.
ഞാൻ കെമിസ്ട്രിക്ക് പിടികൊടുക്കാതെ ഇംഗ്ലീഷിലോട്ട് ചേക്കേറിയത് കൊണ്ട് കെമിസ്ട്രിക്ക് എന്നെയും പിടിയില്ല, എനിക്ക് കെമിസ്ട്രിയും പിടിയില്ല. എന്നാൽ അല്പം ചെറിയ മുറിയ അറിവുകൾ കൊണ്ട് ചില അഭ്യാസങ്ങൾ നടത്തുന്നു, അത്രമേ. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, മതപരമായി നാം അറിയുന്നതും ആചരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആരംഭകാലത്തെ പരിശുദ്ധി നഷ്ടപ്പെട്ടവയാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് യേശുവിൻ്റെ മാതൃക, യേശുവിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, പഠിപ്പീരുകൾ, യേശുവിൻ്റെ ജീവിത രീതി, യേശുവിൻ്റെ വ്യക്തിത്വം, ഇവയിൽ നിന്ന് നാം പരിപൂർണമായി അകൽച്ച പ്രാപിച്ചിട്ട് ആ മാർഗം നല്ലതാണ് എന്നൊക്കെ നാം വാഗൊണ്ട് പറയുമെങ്കിലും അതൊരിക്കലും പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ, പ്രാവർത്തികമായി അനുവർത്തിക്കുവാൻ കഴിയാത്തതാണ്. അത് പ്രയോഗിക്കാൻ കൊള്ളാത്തതാണ്. അത് പ്രയോഗിച്ചാൽ ആ വഴിയെ പോയാൽ നിന്റെ കഥ കഴിയും എന്ന വിശ്വാസ പ്രമാണത്തിലാണ് പറയാതെ ആണെങ്കിലും ക്രിസ്ത്യാനികൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത് സഭയുടെ ചുക്കാൻ പിടിക്കുന്നവരും സഭയുടെ ചുക്കാൻ പിടിക്കുന്നവരുടെ കാല് പിടിക്കുന്നവരും ഇതേ അവസ്ഥയിൽ തന്നെയാണ് എന്നത് ഒരു പച്ച പരമാർത്ഥമാണ്. ഇതൊന്ന് തിരിച്ചറിയാനുള്ള അവസരമായി 2026 ആണ്ടിലെ നോമ്പ് കാലം നമുക്ക് പ്രയോജനപ്പെടുത്തും. ഇത് വ്യക്തമാക്കുന്നതിന് 1-2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പുരുഷനും സ്ത്രീക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ, വിവാഹിതരായ ശേഷം കുഞ്ഞ് ജനിച്ചാൽ, അതിനെ ഇന്ന ദിവസത്തിനുള്ളിൽ മാമോദീസ മുക്കണം എന്ന ഒരു നിർബന്ധമുണ്ട്. കുഞ്ഞിനെ മാമോദീസ ചെയ്യാതെ കുഞ്ഞ് മരിച്ചു പോയാൽ കുഞ്ഞ് സ്വർഗത്തിൽ പോകത്തില്ല എന്ന ഒരു മണ്ടത്തരവും നമ്മുടെ മധ്യയുണ്ട്. കുഞ്ഞ് പാപത്തിലാണ് ജനിക്കുന്നത് എന്നാണ് നാം വളരെ ഒന്നും അറിയാൻ മേത്തോണ്ട് തട്ടിവിടും. ഈ ലോകത്തിൽ വിശുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു കുഞ്ഞാണ്, ഒരു ശിശുവാണ്. അതുകൊണ്ടാണ് യേശു നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുവീൻ. പക്ഷെ സഭയുടെ കാര്യം വരുമ്പോൾ പറയും ശിശു പാപത്തിലാണ് ജനിച്ചത്, ശിശു പാപിയാണ്. അതുകൊണ്ട് സഭയുടെ വെള്ളം കുഞ്ഞിൻ്റെ തല വീണില്ലെങ്കിൽ അവന് പാസ്പോർട്ടില്ല, അവൻ്റെ കാര്യം പോയി. പത്രോസ് അവനെ ആടിച്ച് വെളിയിൽ കളയും. ഇതാണ് നമ്മുടെ മണ്ടത്തരം, പൊട്ടത്തരം. പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജ്ഞാനസ്നാനം നടത്തുന്നെന്ന് പറയില്ലേ, അത് നടത്തുന്ന പുരോഹിതനോടോ മെത്രാനോടോ ചോദിച്ചാൽ അവർ പറയും യേശു സ്നാനമേറ്റു, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. സഭ ഇപ്രകാരമുള്ള ഒരു നിർബന്ധം പാലിക്കുന്നത് യേശു ഇങ്ങനെ ജ്ഞാനസ്നാനമേറ്റു അതുകൊണ്ടാണ് എന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ദയവായി യേശു ഏറ്റ സ്നാനം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ട് അതും സഭ ആചരിക്കുന്ന ഈ മാമോദീസായും തമ്മിൽ, ജ്ഞാനസ്നാനവും തമ്മിൽ എന്തെങ്കിലും അർത്ഥത്തിലോ രൂപത്തിലോ ലക്ഷ്യത്തിലോ ആത്മീയമായ തലത്തിലോ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നിങ്ങൾ ദയവായി ഒന്ന് കണ്ടുപിടിക്കുക. യേശു എന്തുകൊണ്ട്, എപ്രകാരം, എപ്പോൾ സ്നാനമേറ്റു? താൻ മരുഭൂമിയിൽ 40 ദിവസവും 40 രാവും 40 പകലും ധ്യാനം ചെയ്ത് ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ച് തന്നെ പറ്റിയുള്ള ദൈവഹിതം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുക എന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ നിർവൃതിയും എന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ടപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കേണ്ടതിനാണ് യേശു സ്നാനം സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യേശുവിനെ സ്നാനം കഴിച്ചത് ഒരു കത്തനാരോ ഒരു മെത്രാനോ അല്ല, ഒരു പ്രവാചകനാണ്. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. മൂന്നാമത്, യേശുവിനെ സ്നാനം കഴിച്ചത് പള്ളിയുടെ ഉള്ളിൻ്റെ പള്ളിയിൽ വെച്ചോ അല്ല, യോർദാനിലെ വെള്ളത്തിലാണ്.
ഒഴുകുന്ന വെള്ളത്തിലാണ്, ജീവന്റെ ജലത്തിലാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് യേശു പറയുന്നത്, ഞാൻ ജീവന്റെ ജലമാണ്. ശമര്യക്കാര് സ്ത്രീയുടെ സംഭാഷണം മധ്യയാണ്, കൂടുതലായി വിശദീകരിക്കുന്നില്ല. ആ ഒരു ശുശ്രൂഷയിൽ കൂടെ താൻ നിർവഹിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് അറിയാൻ പോലും വയ്യാത്ത വിധത്തിൽ യോഹന്നാൻ പരവശനായി എന്നവിടെ പറയുന്നുണ്ട്. യേശുവാണ് അവനെ സാന്ത്വനപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇപ്രകാരം എല്ലാ നീതിയും തികയ്ക്കുന്നത് നമുക്ക് നന്ന് എന്ന് പറയുന്നു. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, ഇപ്പോൾ സമ്മതിക്കുക എന്ന് യേശുവിനോട് പറയുന്നു. മനോഹരമാണ്, മനോഹരമാണ്. അതിൻ്റെ തുടർച്ച, അതിൻ്റെ അനുകരണമായിട്ടാണ് ഈ എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത പൈതലിൻ്റെ നെറുകയിൽ വെള്ളം തെളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ സഹിക്കും? പക്ഷെ ആരും ചിന്തിക്കത്തില്ല. കാരണം ചിന്തിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ യേശുവിൻ്റെ സ്നാനം എന്ന് പറയുന്ന ഫോസ്ഫോറസിനെ ഇവർ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഏത് വെള്ളത്തിലാണ് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്? ദയവായി ചിന്തിക്കുക. അതുപോലെ നമുക്കറിയാം, സഭയുടെ സുപ്രധാന സക്രമന്തായ യൂക്കറിസ്റ്റ്, അല്ലെങ്കിൽ വിശുദ്ധ സംസർഗം, അല്ലെങ്കിൽ കുർബാന, അല്ലെങ്കിൽ ദിവ്യബലി എന്നൊക്കെ പേരിൽ പറയുന്ന ഈ വലിയ വലിയ കാര്യം, അത് യേശു ആചരിച്ച അന്ത്യ അത്താഴമാണ് അതിൻ്റെ മാതൃക എന്ന് അവകാശപ്പെടുന്നു. ഞാൻ വീണ്ടും നിങ്ങളുടെ കാല് പിടിച്ചപേക്ഷിക്കുകയാണ്. യേശു ആചരിച്ച അന്ത്യ അത്താഴവും ഇപ്പോൾ അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ പ്രക്രിയയും തമ്മിൽ, ഞാൻ കോമാളിത്തരം എന്ന വാക്ക് മനഃപൂർവ്വമായിട്ട് ഉപയോഗിക്കുന്നില്ല, തമ്മിൽ എന്തെങ്കിലും പുലബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? യേശു നടത്തിയ ആ സ്നേഹവിരുന്നിൽ ഏതെങ്കിലും ഒരു പുരുഷന്റെ നിഴല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴിത് പുരോഹിതന്റെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അഭ്യാസമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ചത് നല്ല ഒരു അത്താഴമാണ്. നാം അതിനെ എന്താക്കി വെച്ചു പറയുന്നില്ല. യേശു ഏത് ദിശയിൽ നിന്നാണ് അപ്പം നുറുക്കിയത്? കിഴക്കോട്ടാണോ, പടിഞ്ഞോട്ടാണോ, തെക്കോട്ടാണോ, വടക്കോട്ടാണോ? നമുക്കറിയില്ല. യേശു കിഴക്കോട്ട് തിരിഞ്ഞ് തന്നെയാണല്ല പടിഞ്ഞാറ് തന്നെയാണ് ഇരുന്നതെന്ന് യാതൊരു നിശ്ചയവുമില്ല. യേശുവിനെ ഒതുക്കുന്ന ഒരു ദിശയുമില്ല, അത്രമാത്രം നമുക്കറിയാം. പക്ഷെ അതുപോരാ, പുരോഹിതന് ഇതുകൊണ്ട് ശണ്ടയുണ്ടാക്കണം, അടിപിടി ഉണ്ടാക്കണം, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പിൽ പെടുത്തി അവരെ നിയന്ത്രിക്കണം, അവരെ കുരങ്ങ് കളിപ്പിക്കണം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും അതിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന പരിശുദ്ധിയിൽ നിന്ന് വലിച്ച് താഴെയിട്ട് ചവിട്ടി മെതിച്ചു വിരൂപമാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് നേട്ടം വരുന്ന ഒരു അവിയലാക്കി ഇതിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ വളരെ നഗ്നമായ സത്യം. ഇതിനെപ്പറ്റി യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നതിൻ്റെ മതിയായ ഒരു തെളിവാണ് യെരുശലേം ദേവാലയത്തെ യേശു ശുദ്ധീകരിക്കുന്ന സംഭവം. ഞാനിത് മുൻപ് ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ തരുണത്തിൽ ഇത് വീണ്ടും പരിഗണിക്കുക അനിവാര്യമായതുകൊണ്ട് ഞാൻ അല്പം ആവർത്തനത്തിന് മുതിരുകയാണ്. യേശു പറയുന്നു, ഈ ആരാധന ആലയം എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തെ, ഈ സങ്കല്പത്തെ നിങ്ങൾ 100% വിരൂപമാക്കിയില്ലേ? നിങ്ങൾ കാണിക്കുന്ന അപരാധം, നിങ്ങൾ കാണിക്കുന്ന അനീതി, നിങ്ങളുടെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ നിങ്ങൾ ഏറ്റെടുത്തിട്ട് തൽഫലമായി ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്? കള്ളന്മാരുടെ ഗുഹയാക്കിയില്ലേ നിങ്ങൾ? ഈ ഭാഗം വായിക്കുമ്പോൾ ഒക്കെയും എൻ്റെ മനസ്സിൽ ഫോസ്ഫോറസ് കടന്നു വരും. കാരണം വെളിയിലെടുത്ത് ഈ ജാതിയുടെ കയ്യിൽ ഇത് വീണ് കഴിഞ്ഞാൽ അത് തീ പിടിച്ചു പോകും. പിന്നെ അവിടെ എന്ത് പുകയും സംഭവമൊക്കെ നടക്കും. ഇത് ദയവായി തിരിച്ചറിയുക, ദയവായി തിരിച്ചറിയുക. നിവേദ പുസ്തകത്തിലെ മറ്റൊരു
തെളിവും കൂടെ നമുക്ക് ഹ്രസ്വമായി പരിഗണിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ ലൗദോക്യ സഭയുടെ അവസ്ഥ സൂചിപ്പിക്കുന്നു. അവിടെ എന്തുകൊണ്ടാണ് യേശുവിനെ സഭയ്ക്കുള്ളിൽ കടത്താതെ വെളിയിൽ ഇങ്ങനെ അന്യനെ പോലെ നിർത്തിയിരിക്കും? കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അപ്പോൾ യേശു എവിടെയാണ്? സഭയുടെ വാതിലിന് വെളിയിലാണ്. അകത്ത് പ്രവേശിക്കാൻ അവകാശമില്ല, അനുവാദമില്ല. എന്തുകൊണ്ടാണ്? അത് സഭയെന്ന് പറയുന്ന ആശയത്തിന് സംഭവിച്ച വൈരൂപ്യം കൊണ്ടാണ്. സഭ എന്ന ഫോസ്ഫോറസ് വെള്ളത്തിൽ നിന്ന് വെളിയിലെടുക്കുകയും അതിന് തീ പിടിക്കുകയും പിന്നെ അതുകൊണ്ട് വേറെണ്ടൊക്കെ കാണിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. അത് യേശുവുമായി യാതൊരു ബന്ധം. യേശുവിൻ്റെ ശരീരമെന്ന്, യേശുവിൻ്റെ മണവാട്ടി എന്നൊക്കെ പറഞ്ഞു കളയും. പക്ഷേ യേശുവിനോട് പ്രവേശനമില്ല. ഇതാണ് സഭയുടെ എക്കാലത്തെയും അനുഭവം എന്നതിൻ്റെ ഒരു മുൻ താക്കീതാണത്. ഇത് ലൗദോക്യ സഭയുടെ മാത്രം പ്രശ്നമല്ല, സർവ്വലൗകികമായ സഭയുടെ പ്രശ്നമാണിത്. എല്ലാ സഭകളുടെയും അവസ്ഥ ഇതാണ്. എല്ലാവർക്കും പ്രവേശനമുണ്ട്, സാത്താന് പ്രവേശനമുണ്ട്, അശുദ്ധാത്മാവിന് പ്രവേശനമുണ്ട്. യേശുവിന് മാത്രം പ്രവേശനമില്ലാത്ത ഏക സ്ഥാപനം സഭയാണ് എന്നതാണ് സുവിശേഷം നമ്മെ, പുതിയ നിയമം നമ്മെ അറിയിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി സുവിശേഷത്തിൽ പോലും യേശു യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചപ്പോഴാണ് അവനെ കൊന്നേ മതിയാകൂ എന്ന തീരുമാനത്തിൽ അന്നത്തെ പുരോഹിത വർഗം എത്തിയത് എന്ന് നമുക്ക് മറക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഫോസ്ഫോറസിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ഇടയിൽ സംഭവിച്ച ഭീകരമായ വൈരൂപ്യം, എല്ലാറ്റിനെയും അതിൻ്റെ തനതായ ആരംഭ സ്വഭാവത്തിൽ നിന്ന് വലിച്ച് താഴെയിട്ട് ചവിട്ടി മെതിച്ച് ഇന്നത്തെ പരുവത്തിലാക്കി വച്ചിരിക്കുന്നു. ഇതെല്ലാം ഉൾക്കൊണ്ട് അതിൻ്റെ വേദന പ്രതിബിംബിക്കുമാറാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. ഇട്ടുകൊടുത്താൽ അതിൻ്റെ വില എന്താണെന്ന് അറിയാതെ, തിരിച്ചറിയാൻ കഴിവില്ലാത്തവർ അത് ചവിട്ടി മെതിച്ച് നശിപ്പിച്ച് തിരിഞ്ഞ് നിങ്ങളെയും ചീന്തിക്കളയും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പ്രവാചകന്മാരെ കൈക്കൊള്ളുവാനുള്ള വിശാലത ഒരു മതത്തിനും ഉണ്ടാകുകയില്ല. യെരൂശലേമേ, പ്രവാചകരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട്. കാരണം എന്താണ്? ഫോസ്ഫോറസിൽ കൂടെ ചിന്തിച്ചാൽ മനസ്സിലാകും, ഒന്നും അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിപ്പാൻ നിന്നെ കൊണ്ട് കഴിയുകയില്ല. അങ്ങനെ അധപ്പതിച്ച ഒരവസ്ഥയെ മാനദണ്ഡമാക്കി നീ മറ്റുള്ളതിനെ പരിഗണിക്കുമ്പോൾ എല്ലാം നിന്റെ ശത്രുവാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കാനേ നിന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുമൂലം ആ ശത്രുവിനെ സംഹരിച്ചാൽ, ഹിന്ദുക്കളുടെ ശത്രു സംഹാരി പൂജയുണ്ട്, ശത്രു സംഹാരി പൂജ. അത് ശത്രുത്വത്തെ സംഹരിക്കുന്ന പൂജയാണെന്നും അല്ല ശത്രുക്കളെ സംഹരിക്കുന്ന പൂജയാണെന്നും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഹിന്ദുക്കളിൽ തന്നെയുണ്ട്. അവിടെയും ഈ ഫോസ്ഫോറസ് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഗുട്ടൻസ് പിടികിട്ടും. അങ്ങനെ എന്ത് കിട്ടിയാലും അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന വിശുദ്ധിയെ മുഴുവനും നാറ്റി നശിപ്പിച്ച് മനുഷ്യരുടെ സങ്കുചിതമായ ചിന്ത കൊണ്ടും താല്പര്യങ്ങൾ കൊണ്ടും അധികാരമോഹം കൊണ്ടും അതിനെ വിരൂപമാക്കി മനുഷ്യർക്ക് ഒരു വിധത്തിലും ഗുണം ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, ഭീകരമായ ദോഷം ചെയ്യുന്ന വിധത്തിലാണ് ഇത് മുഴുവനും സംഘടിപ്പിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ ഇതറിയാവുന്ന ആളുകൾ ഇതിൽ പിന്നെയും അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു പോംവഴിയില്ല, ഞങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എന്ന ഈ ഗതികേട് കൊണ്ടാണ്, ഗത്യന്തരമില്ലാതെ ഈ ഗതികേടിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ കഴിയുകയാണ്. അതിപ്പോൾ മാത്രമല്ല, പണ്ടും അങ്ങനെയായിരുന്നു. യേശുവിൻ്റെ കാലത്ത് പോലും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആളുകളെ പോലെ അലഞ്ഞും വലഞ്ഞും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കും ആ അവസ്ഥ അറിയാമായിരുന്നിട്ടും അത് തന്നെ അള്ളിപ്പിടിച്ച് നിന്നുപോയതിൻ്റെ കാര്യം മറ്റൊരു വികല്പമില്ല, ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നതുകൊണ്ടാണ്. അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ടാണ്, വികല്പമായിട്ടാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് യേശു വന്നതെങ്കിലും ആ യേശുവിനെ പിടിച്ചും നമ്മൾ ഈ പണി കാണിച്ചു. ഇപ്പോൾ യേശുവിനെ തിരിച്ചറിയാൻ വയ്യാതെ ലോകം അന്ധകാരത്തിലും നിസ്സഹായതയിലും കഴിയുകയാണ്. ആ വെളിച്ചം, ലോകത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കുവാൻ ഇടയാകത്തക്കവണ്ണം നാം എപ്രകാരമായിത്തീരണം, വ്യക്തികളായും സഭകളായും കൂട്ടങ്ങളായും എന്ന ആത്മാർത്ഥമായ സത്യസന്ധമായ വിശ്വാസത്തിൻ്റെ ചോരത്തിളപ്പിൽ
സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു അനുഭവമായിരിക്കട്ടെ 2026 ആണ്ടിലെ നോമ്പ് എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ചിന്തകൾ മറ്റുള്ളവരുമായി പങ്കിടണമേ. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ വിടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അർഹിക്കുന്നുണ്ട്. എങ്കിലും സത്യം ബോധ്യപ്പെടുവാൻ, തിരിച്ചറിയുവാൻ, മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മധ്യത്തിൽ നന്നേ കുറവാകുകയാണ്. ജനം ഇപ്പോഴും യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടയനില്ലാത്ത ആളുകളെ പോലെ ഇടഞ്ഞും വലഞ്ഞും ഒക്കെ കഴിഞ്ഞു പോകുകയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു വിടുതലുണ്ടാകുവാൻ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണമെന്നും ഭൂമിയുടെ ഉപ്പായിരിക്കണമെന്നും വിഭാവന ചെയ്ത് ജനങ്ങളെ അവരുടെ അവസ്ഥയിൽ നിന്ന് ഉയർത്തി അവരായിരിക്കേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ശേഷം ഇപ്രകാരമുള്ള വലിയ മഹനീയമായ ദൗത്യം അവരെ ഏൽപ്പിച്ച് കടന്നുപോയിട്ടും ഇപ്പോഴും നമ്മോട് കൂടെയുള്ള ക്രിസ്തുവിൻ്റെ നാമത്തിൽ 2026 ആണ്ടിലെ നോമ്പ് അർത്ഥവത്തായ ആത്മീക പ്രബുദ്ധതയുള്ളൊരു അനുഭവമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.